ക്രിയാറ്റിനിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്രിയാറ്റിനിന്റെ അളവ് സാധാരണഗതിയിൽ കൂടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും പ്രകടമാക്കുകയില്ല. പക്ഷേ അതിന്റെ ലെവൽ, അതിന്റെ റേഞ്ച് ഒരു പരിധിക്കപ്പുറം കൂടുകയും അത് കിഡ്നിയുടെ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. ആദ്യത്തെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് അമിതമായ ക്ഷീണവും അമിതമായ തളർച്ചയാണ്. രണ്ടാമത് നീർവീക്കം അനുഭവപ്പെടാം. കാലിലും കണങ്കാലിലും മുഖത്തും, അതായത് കണ്ണിന് ചുറ്റും മുഖത്തും ഒക്കെ വീക്കം അനുഭവപ്പെട്ടേക്കാം. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. മൂത്രത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം, അല്ലെങ്കിൽ മൂത്രത്തിൽ പത കാണപ്പെടുക, അല്ലെങ്കിൽ മൂത്രം പോകുന്നതിനുള്ള തടസ്സം അനുഭവപ്പെടുകയും ചെയ്യാം. നാലാമതായി പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചൊറിച്ചിലാണ്. ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടുമ്പോൾ അവിടെ ചൊറിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടാതെ ഓക്കാനോ വിശപ്പില്ലായ്മ, അതായത് നമുക്ക് ഛർദ്ദിക്കാൻ തോന്നുക, അല്ലെങ്കിൽ ഭക്ഷണത്തോട് താല്പര്യം തോന്നാതിരിക്കുക, കൂടാതെ ബലഹീനതയും മാത്രമല്ല പേശിവേദനയും ഇതിന്റെ ലക്ഷണങ്ങളായി അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ കൂടാതെ ചിലപ്പോൾ ശ്വാസം മുട്ട്, അതായത് ഈ മാലിന്യം, അത് വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ശ്വാസം മുട്ട് അനുഭവപ്പെടാറുമുണ്ട്. ഇതുപോലുള്ള മെഡിക്കൽ ഇൻഫർമേഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ക്രിയാറ്റിനിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്രിയാറ്റിനിന്റെ അളവ് സാധാരണഗതിയിൽ കൂടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും പ്രകടമാക്കുകയില്ല. പക്ഷേ അതിന്റെ ലെവൽ, അതിന്റെ റേഞ്ച് ഒരു പരിധിക്കപ്പുറം കൂടുകയും അത് കിഡ്നിയുടെ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. ആദ്യത്തെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് അമിതമായ ക്ഷീണവും അമിതമായ തളർച്ചയാണ്. രണ്ടാമത് നീർവീക്കം അനുഭവപ്പെടാം. കാലിലും കണങ്കാലിലും മുഖത്തും, അതായത് കണ്ണിന് ചുറ്റും മുഖത്തും ഒക്കെ വീക്കം അനുഭവപ്പെട്ടേക്കാം. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. മൂത്രത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം, അല്ലെങ്കിൽ മൂത്രത്തിൽ പത കാണപ്പെടുക, അല്ലെങ്കിൽ മൂത്രം പോകുന്നതിനുള്ള തടസ്സം അനുഭവപ്പെടുകയും ചെയ്യാം. നാലാമതായി പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചൊറിച്ചിലാണ്. ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടുമ്പോൾ അവിടെ ചൊറിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടാതെ ഓക്കാനോ വിശപ്പില്ലായ്മ, അതായത് നമുക്ക് ഛർദ്ദിക്കാൻ തോന്നുക, അല്ലെങ്കിൽ ഭക്ഷണത്തോട് താല്പര്യം തോന്നാതിരിക്കുക, കൂടാതെ ബലഹീനതയും മാത്രമല്ല പേശിവേദനയും ഇതിന്റെ ലക്ഷണങ്ങളായി അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ കൂടാതെ ചിലപ്പോൾ ശ്വാസം മുട്ട്, അതായത് ഈ മാലിന്യം, അത് വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ശ്വാസം മുട്ട് അനുഭവപ്പെടാറുമുണ്ട്. ഇതുപോലുള്ള മെഡിക്കൽ ഇൻഫർമേഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.